ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ ട്രിപ്പേർ ഏകദേശം കാണാൻ വേണ്ടിട്ട് പോവാണ്. അപ്പൊ നമ്മുടെ പാപ്പനും മേമ്മയും മക്കളും കൂടിയിട്ട് ഞങ്ങളെ രണ്ടാളെയും കൊണ്ടുപോകാന്നിരിക്കുകയാണ്. അപ്പൊ അച്ഛനും അമ്മയും ഇല്ല, ഞങ്ങളോട് പോയിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ ഞാനും ഉണ്ണിയും കൂടിയിട്ട് റെഡി ആയിട്ടുണ്ട്. അവരിപ്പോ വരും. നമ്മുടെ പുതിയ ടോയാണ്, പാപ്പട്ടോളുടെ പുതിയ ടോയാണ്. നമ്മുടെ കുഞ്ഞിന് ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഏകാദശി വിശേഷങ്ങളിലേക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ തൃപ്പയാറെത്തി. പക്ഷെ അവർ വരുന്ന സമയത്ത് ഞങ്ങൾക്ക് വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവർ തിക്കുന്ന തിരക്കിലും വീഡിയോ എടുക്കാനായിട്ട് സത്യം പറഞ്ഞാൽ വിട്ടുപോയി. അപ്പോൾ ഇപ്പോൾ ഞാൻ എടുക്കുന്നു. അപ്പോൾ തൃപ്പയാറത്തെ വിശേഷങ്ങളിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ മെയിൻ പരിപാടി നമ്മുടെ ഏകാദശി പോയി കഴിഞ്ഞാൽ ഈ വള, മാല, കമ്മൽ സാധനങ്ങളൊക്കെ നോക്കുക, അതൊക്കെയാണ് നമ്മുടെ മെയിൻ ഹോബി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ. പിന്നെ ഇവന്മാരാണെങ്കിലോ ടോയ്സിൻ്റെ ഭാഗത്തേക്കാണ് എപ്പോഴും, അങ്ങോട്ട് ഒരു വലിവാണ് എപ്പോഴും നമ്മൾ നടക്കുമ്പോൾ. അപ്പോൾ ഞങ്ങൾ നേരെ പോയിട്ട് നമ്മുടെ പോളി ജംഗ്ഷൻ്റെ ആ ഭാഗത്ത് കുറച്ചും കൂടെ നീങ്ങിയിട്ടാണ് വണ്ടി ഇട്ടത്. ആ സമയത്ത് അധികം തിരക്കൊന്നും ഇല്ലെങ്കിലും ഓൾമോസ്റ്റ് കുറച്ചൊക്കെ ഇങ്ങനെ വണ്ടികൾ ഇങ്ങനെ വന്നു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ആൾക്കാരും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, എന്നാലും ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ നേരെ ഫസ്റ്റാണ് നമ്മൾ അമ്പലത്തിൻ്റെ അവിടേക്ക് ഞങ്ങൾ നടന്നു. അപ്പോൾ പോകുന്ന വഴിയിൽ പലതരത്തിലുള്ള കാഴ്ചകൾ കണ്ട് നമ്മൾ പോവാണ്. അപ്പോൾ കുഞ്ഞൻ നമ്മുടെ പാപ്പനെയും മേമേനെയും ഡാഡിയും മമ്മീന്ന് വിളിക്കും. ഇവനാണെങ്കിൽ ചോപ്പിന്നാണ് അവരൊക്കെ വിളിക്കുക കേട്ടോ. അപ്പോൾ ചോപ്പിക്ക് എന്താ വേണ്ടെന്നൊക്കെ ചോദിച്ച് നടക്കുമ്പോഴാണ് അവിടെ ഒരു ഹോട്ടൽ കണ്ടത്. ഹോട്ടലിൽ കയറി ചായയും മസാല ദോശയും കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ കയറി വഴിക്കാണ് നല്ല ബിരിയാണിയുടെ മണം വരുന്നുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിന് ബിരിയാണി മതി എന്ന് പറഞ്ഞ്, അവനവിടെ പോയാലും ബിരിയാണിയാണ് ഇഷ്ടം. അങ്ങനെ നമ്മൾ കുഞ്ഞിന് ഒരു ബിരിയാണി വാങ്ങി, പിന്നെ മസാല ദോശയും വാങ്ങിയിട്ടാ. ഞങ്ങൾ നല്ല ബിരിയാണി മസാല ദോശയൊക്കെ കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഞങ്ങളെ ബാക്കിലുണ്ടായിരുന്ന ആന കേട്ടോ. പെട്ടെന്ന് ഇരുന്നോക്കിയപ്പോൾ തൊട്ടടുത്ത ആന. അത് കണ്ട് ഞങ്ങൾ രണ്ടാളും പേടിച്ചു പോയി. ഈ മധുരസേവ എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ഒരു മധുരം. പക്ഷെ പണ്ടത്തെ ടേസ്റ്റ് ഒന്നും ഇപ്പം ഇല്ല എന്നാണ് പറയുന്നത്. പിന്നെ ഞങ്ങളൊരു കടയിൽ കയറി 2-3 കരിമ്പും പിന്നെ ഈ കേബിൽ കയറിയിട്ട് ഉഴുന്നട, പൊരി അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങി. പിന്നെ നല്ല അടിപൊളി ചൂടുള്ള ഹൽവ ഉണ്ടായിരുന്നു. അരിയുടെ ഹൽവയായിരുന്നു കേട്ടോ. ഞങ്ങൾ കൂടുതൽ ഇഷ്ടം അരിയുടെ ഹൽവയാണ് ഇഷ്ടം. പിന്നെ അവിടെ നിന്ന് കുറച്ച് നമ്മുടെ ഈ കടയിൽ തന്നെ കുറച്ച് തേനിലാവ് ഉണ്ടല്ലോ, തേനിലാവൊക്കെ നല്ല ടേസ്റ്റാന്ന് വിചാരിച്ചിട്ട് വാങ്ങിയതാണ്. പക്ഷെ കടിച്ചപ്പോൾ നല്ല ഹാർഡായിരുന്നു, പക്ഷെ കുഴപ്പമുണ്ടായിരുന്നില്ല. സാധാരണ ഈ തേനിലാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കടിക്കുമ്പോഴേക്കും തേനിങ്ങനെ ഒലിച്ചുകൊണ്ടിരിക്കും. പക്ഷെ അതിൽ ഇങ്ങനെ തേൻ ഒലിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അതൊക്കെ ഞങ്ങൾ വീട്ടിലെത്തി. അപ്പോൾ കുഞ്ഞിന് ഇന്ന് നല്ല കോളാണ്. നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മുടെ പെട്രോളിൻ്റെ വണ്ടി കിട്ടി. പിന്നെ ഇപ്പോൾ നമ്മുടെ ഫയർ എഞ്ചിനും കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾ ഫസ്റ്റ് തന്നെ കൊണ്ടുവന്ന വഴിക്ക് തന്നെ ഹൽവ എടുത്ത് കഴിച്ചു നോക്കിയിട്ടുണ്ട്. ചൂടുള്ള ഹൽവ എന്ന് പാപ്പൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതന്നെ എടുത്ത് കഴിച്ചു. ആദ്യം നല്ല എണ്ണയൊക്കെ